ഭാഗീരഥിയമ്മയുടെ ശ്രാദ്ധത്തിന് ചടങ്ങുകളൊന്നുമില്ലാത്തത് കൊണ്ടാണ് ആരെയും ക്ഷണിക്കാതിരുന്നതെന്ന് പ്രതിഭ നന്ദനയോടും ഉദയനോടും പറയുന്നു. ഉദിയന്നൂരിലെ അമ്മയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഫോട്ടോ പത്രത്തിൽ കൊടുത്തതിന്റെ ക്രെഡിറ്റ് പ്രതാപവർമ്മ ഏറ്റെടുക്കുന്നു. ഉദയനും നന്ദനയുമാണ് ഫോട്ടോ കൊടുത്തതെന്ന ഭാസ്കരക്കുറുപ്പിന്റെ വാക്കിൽ പ്രതാപവർമ്മ ചമ്മുന്നു. ഉദയന്നൂർ അമ്മയുടെ ശ്രാദ്ധത്തിന് ക്ഷണിക്കാത്തത് മോശമായെന്ന് കാർത്തിക ഉദയനോട്. മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്തവർ അതിനർഹരല്ലെന്ന ഉദയന്റെ വാക്കിൽ കാർത്തികയ്ക്കും യതീന്ദ്രനും മൗനം. അടവുകളും അഭ്യാസങ്ങളുമായി പ്രതാപവർമ്മ ഉദയന്റെ മുന്നിൽ. ഇനി തുടർന്ന് കാണുക. കലാകാര, സ്നേഹം നല്ലതാണ്, പക്ഷേ അത് നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്ന ഒരു വീക്ക്നെസ് ആവാൻ പാടില്ല. അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. ഇതൊക്കെ നാട്ടിൽ പണ്ടേയുള്ള കാര്യങ്ങളല്ലേ. ഉദയൻ അറിയുകയും ചെയ്യാം. മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ ബാധിച്ചവരും പോളിയോ രോഗം ബാധിച്ചവരും ഉണ്ടെന്നും നമുക്കറിയാം. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഉദയൻ ഇന്നലെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. ഭക്ഷണം, വസ്ത്രം, ചികിത്സാ സഹായം ഒക്കെ കൊടുത്തു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഒക്കെ ആരുടെ പേരിലാ ചെയ്തത്? ഉദയന്നൂർ കോവിലകത്തെ ഭാഗീരഥി തമ്പുരാട്ടിയുടെ പേരിൽ, അതായത് നന്ദനയുടെ മുത്തശ്ശിയുടെ പേരിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്നേഹം കൊണ്ടുള്ള ലോക്ക്. അതിലെ മിസ്റ്റേക്ക് എന്താണെന്നാ പ്രതാപട്ടൻ പറയുന്നത്? മിസ്റ്റേക്ക് ഇല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ നിൽക്കുന്ന ഞാൻ എന്റെ മുത്തശ്ശിയുടെ ശ്രാദ്ധത്തിന് ദാനധർമാദികൾ നടത്തുന്നതേ എന്റെ കയ്യിലെ ചക്രമെടുത്തായിരിക്കണം, അല്ലാതെ ഭാര്യയുടെ തറവാട്ടിലെ പണം കൊണ്ടായിരിക്കരുത്. അന്നദാനത്തിനും വസ്ത്രദാനത്തിനും പഠന സഹായത്തിനും ഒക്കെ ആയിട്ട് പണം എത്രയാണ് ചെലവായതെന്ന് ഉദയൻ നോക്കിക്കാണില്ല. നിനക്ക് പൈസയുടെ വിലയൊന്നും അറിയില്ലല്ലോ. ഈ കണ്ട ചെലവുകളെല്ലാം നടത്തിയത് നന്ദന കൊണ്ടുവന്ന പണം കൊണ്ടല്ല. സ്ത്രീധനായിട്ട് അവളൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. എന്റെ അമ്മായി ഒരു വകയും ചോദിച്ചിട്ടുമില്ല. എങ്ങനെയെങ്കിലും ഉദയന്റെ വേലി നടത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നല്ലോ അന്ന് അമ്മായിയുടെ ചിന്ത. അല്ലെങ്കിലേ നീ നിത്യബ്രഹ്മചാരിയായി നിന്ന് മുരടിച്ചു പോയാലോ എന്ന് എന്റെ അമ്മായി ഭയപ്പെട്ടു. പക്ഷേ ഉദയൻ നന്ദനെ കൈപിടിച്ച് കയറ്റിയതേ കുന്നത്തൂർ കോവിലകത്തേക്ക് മാത്രല്ല, നിറഞ്ഞൊരു സമൃദ്ധിയിലേക്ക് കൂടിയാണ്. സേതുലക്ഷ്മിയുടെ വക സ്വത്ത്, മുത്തശ്ശിയുടെ വക സ്വത്ത് എല്ലാം അവൾക്ക് കിട്ടിയതേ നിന്റെ കൂടെ വന്നതിന് ശേഷാ. ചില്ലറക്കാരി അത്. നന്ദന എന്റെ ഭാര്യയായി വന്നില്ലായിരുന്നെങ്കിലും അയാൾക്ക് ഇതെല്ലാം കിട്ടുമായിരുന്നു. കാരണം അയാളത് അർഹിക്കുന്നു. ഇനി ഈ പറഞ്ഞ സ്വത്തൊന്നും ഇല്ലായിരുന്നെങ്കിലും അയാൾക്ക് ഇപ്പോഴുള്ള അതേ സ്ഥാനം ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. അത് നിന്റെ മനസ്സിന്റെ വലിപ്പം. അത് പക്ഷേ ഒരു ദൗർബല്യമാകാൻ പാടില്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരാള് അതിൽ നിന്ന് ഒരു 5 പൈസ പോലും ചെലവാക്കാതെ കുറെ ദാനകർമ്മങ്ങൾ നടത്തുന്നു. മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞു. നന്ദന വളർത്തമ്മയെ പഴയ കുടുംബ വീട്ടിൽ കുടിയിരുത്തിന്ന്. ആ വകയിൽ ചെലവ് 14 ലക്ഷം ഉറുപ്യ. നന്ദന വക സ്വത്തിൽ നിന്ന് അതിനു വേണ്ടി എടുത്തത് 0 ഉറുപ്യ. എങ്ങോട്ടാ ഉദയ നിന്റെ ഈ പോക്ക്? ചേട്ടനാകെ പേടിയാവുക. പ്രതാപേട്ടൻ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കണ്ണു കെട്ടി മോട്ടോർ ബൈക്ക് ഓടിക്കുകയല്ല. ആരും എന്റെ കണ്ണ് കെട്ടിയിട്ടുമില്ല. ഋഷ്യസിംഗന്റെ കഥയാണല്ലോ നിന്റെ പുതിയ നാടകം. കാട്ടിൽ കക്കഗംഗ പറഞ്ഞു നടന്ന സന്യാസി ചെക്കനെ നാട്ടിലേക്ക് വളച്ചുകൊണ്ടുവന്ന പെണ്ണിന്റെ
പേര് എന്താണെന്നാ നീ പറഞ്ഞത്? വൈശാലി. യെസ്, അത് തന്നെ, വൈശാലി, വൈഭവക്കാരി. അവള് പയ്യനെ കൊണ്ട് പൂജയോ കൂടോത്രോ മറ്റോ ചെയ്യിച്ചു. അന്തം വിട്ട മഴയും പെയ്തു. രാജൻ ഹാപ്പി, രാജാവ് ഹാപ്പി. പിന്നെ എന്ത് പറ്റി ഋഷി ശൃംഗന്? കാര്യം കഴിഞ്ഞിട്ട് ആ ചക്കൻ കാട്ടിലേക്ക് തിരിച്ചു പോയോ, അതോ നാട്ടിൽ കൊത്തുപറോട്ട അടിച്ച് നടന്നോ പാവം? ആ മഴ പെയ്ക്കലിലൂടെ ആ പാവം ചെക്കന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പൊ നാടകത്തിലും സിനിമയിലൊക്കെയാ ഋഷി ശൃംഗന് സ്ഥാനമുള്ളത്. യാദൃശ്ചികമാണെങ്കിലും നീ ആ കഥ തന്നെ നാടകമാക്കാനെടുത്തു. അറം പറ്റൂ ഉദയ, അതാ എന്റെ പേടി. ഞാൻ വിചാരിച്ചതിലധികം സെൻസ് ഉണ്ട് പ്രതാപേട്ടന്. പക്ഷെ ഞാൻ ഋഷിശൃംഗനും നന്ദന വൈശാലിയുമല്ല. അംഗരാജ്യത്ത് മഴ പെയ്ക്കലല്ല ഞങ്ങളുടെ ദൗത്യം. നന്ദനയുടെ പേരിലുള്ള ആസ്തിവകകളെ പറ്റി ഒരിക്കലും ഞാൻ ബോധേഡായിരുന്നില്ല. അതിന്റെ കണക്കെടുത്തിട്ടുമില്ല. ഇനി അത് ഉദ്ദേശിക്കുന്നുമില്ല. ഓ, പണം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാ. എന്റേത് നിന്റേതെന്ന് വേറിട്ട് ചിന്തിക്കുമ്പോഴാണ് ചെലവാക്കുന്ന പണത്തിന്റെ കണക്കിനെ പറ്റി ടെൻഷൻ ഉണ്ടാവുന്നു. നന്ദനയുടെ ആവശ്യങ്ങൾ എന്റെയും ആവശ്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കാലം അയാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കുന്നത്തൂരിലെ ബിസിനസ്സുകളിൽ ഇൻവോൾവ് ആയി നിന്ന് മാനേജിംഗ് പാർട്ട്ണറുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ശമ്പളം നിശ്ചയിച്ചിട്ടില്ല, ഒന്നും കൈപ്പറ്റിയിട്ടുമില്ല. അതിന് നന്ദന ശമ്പളക്കാരിയാണോ? കുന്നത്തൂരെ നാളത്തെ വീട്ടമ്മയല്ലേ? ആണല്ലോ. പ്രതാപേട്ടൻ തന്നെ പറഞ്ഞു നന്ദനയുടെ സ്ഥാനം എന്താണെന്ന്. ഇനിയൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ ആർക്കൊരു ടെൻഷൻ വേണ്ട. എല്ലാം നന്ദനയുടെ പേരിലാക്കിയിട്ട് കൈവീശി നടക്കാനാണ് എനിക്കിഷ്ടം. ആ കാര്യം സജീവമായ പരിഗണനയിലുണ്ട്. രേണുകേ, 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 എടീ, പ്രഭാരോ, പ്രഭാര, ഇതൊക്കെ എവിടെ പോയി കിടക്ക്? പ്രഭാരോ, ആ ആ, രേണുക എവിടെ? അവൾ അങ്ങോട്ട് വന്നില്ലേ? എന്റെ വീട്ടിലോട്ടോ? കണ്ടില്ലല്ലോ. ആ, അവള് റോഡ് വഴിക്കായിരിക്കും പോയത്. ആ, ഞാൻ നമ്മുടെ സൗമേൽ സാറിന്റെ പറമ്പിക്കൂടെ കയറിയെങ്കിൽ പോകും. ആ, പിന്നെ ഹരിപ്രസാദ് വന്നോ? ഇല്ല, നാളെ വരുമെന്നല്ലേ പറഞ്ഞത്. ഒത്തായി ഇന്നേ ഇങ്ങ് എത്തണമെന്ന് ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. മറ്റന്നാൾ പെണ്ണ് കാണാൻ പോകണ്ടേ? അവരെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. പ്രശാന്തിയുടെ വീട്ടിലോ? എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തില്ലായിരുന്നു. മോളാ ഫോൺ എടുത്തത്. നല്ല കുട്ടിയാ. എത്ര ഭവ്യമായിട്ടാണെന്നോ സംസാരിക്കുന്നത്. എടോ, ഹരിക്ക് വേണ്ടി ഈശ്വരൻ കണ്ടുവച്ചിരിക്കുന്ന ആ കുട്ടിയെ തന്നെയാ പ്രഭാകര. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ കുറെ മനപ്രയാസം അനുഭവിച്ചതല്ലേ അവന്റെ കല്യാണക്കാര്യത്തില്. അതിന്റെ ഫലം കിട്ടാതിരിക്കൂടൂ. അവന്റെ ഫോട്ടോ അയച്ചത് കിട്ടിയോന്നറിയാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ആ, എന്നിട്ട് അവരെന്ത് പറഞ്ഞു? മോളല്ലേ ഫോൺ എടുത്തത്, അച്ഛന്റെ ഫോണിലേക്കല്ലേ ഞാൻ അയച്ചത്. അച്ഛനെ അറിയാവുന്ന അവള് പറഞ്ഞത്. അത് വെറുതെയാ. പ്രശാന്തി ഫോട്ടോ കണ്ടിട്ടുണ്ട്. നാണം കൊണ്ട് പറയാതിരുന്നതാവും. ഹരി അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ആർക്കാടോ നമ്മുടെ ഹരിയെ ഇഷ്ടപ്പെടാത്തത്? നല്ല ഒന്നാന്തരം പയ്യനല്ലേ അവൻ. നല്ല കുനീലതയുള്ള മുഖം, താടിയുണ്ടെങ്കിലും ആ മുഖത്തൊരു കുട്ടിത്വമുണ്ട്. ആ, എന്നാ പൗരുഷവും ഉണ്ട്. ആ, അവന്റെ അമ്മേ, എന്റെ പെങ്ങളാ. ഓ, അങ്ങനെ. അച്ഛനൊരു പാവം റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററും ഉണ്ടേ. ഓ ഓ, പിന്നെ മറ്റന്നാള് പെണ്ണ് കാണൽ കഴിഞ്ഞ് വന്നിട്ട് ഒരു യാത്ര കൂടിയുണ്ട്. നമുക്ക് തൃശ്ശൂർ പോണ്ടേ? ഓ, ശ്രുതിയുടെ കല്യാണമല്ലേ?
സതിയമ്മ പിന്നെയും വിളിച്ചിരുന്നു. ഓ പിന്നെ കൊടുക്കാനുള്ള സമ്മാനം അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കല്ലേ? രേണുക വരുന്നില്ലെന്നാ പറയുന്നത്. ഞാനൊന്ന് നിർബന്ധിച്ച് നോക്കിയാലോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിന്റെ തലേന്ന് വീട്ടിൽ ചെന്ന് പ്രസന്റേഷൻ കൊടുത്തിട്ട് പോരണം. പിന്നെ എന്തെങ്കിലും ഒരു അസൗകര്യം പറഞ്ഞിട്ട് പോരാ. ആലോചിക്കാവുന്ന കാര്യമാണ്. ഹരിപ്രസാദ് പോകുന്നുണ്ടോ എന്തോ? നമ്മൾ ചോദിക്കാനൊന്നും പോകണ്ട, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പിന്നെ ഇവിടുന്ന് ആരും ചെന്നില്ലെങ്കിലും കല്യാണം നടക്കും. നമുക്കിപ്പോ പ്രധാനം ഹരിപ്രസാദിന്റെ പെണ്ണ് കാണല, പിന്നെ അതിന്റെ ബാക്കി നടപടികളും. ഹലോ ഹലോ ഹലോ. എടോ ഇവിടെ റേഞ്ച് കാണുകയില്ല, താനാ വെളിയിലോട്ട് ഇറങ്ങിയതില്ലേ? ഹലോ ഹലോ ഹലോ. നമസ്കാരം. പ്രശാന്തിയുടെ അച്ഛനാ. പറഞ്ഞാട്ടെ സാറേ. അതെ, മറ്റന്നാൾ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്തു പറ്റി സാറേ? പക്ഷേ ഞങ്ങള് സാരമില്ല. ശരി. എന്താ പ്രഭാകര? മറ്റന്നാളത്തെ യാത്ര വേണ്ട അച്യുതേട്ടാ. കാര്യം എന്താന്ന് പറയടൂ. ആ കുട്ടിക്ക് അവര് വേറെ കല്യാണം ഉറപ്പിച്ചു. പ്രഭാകര, നേരത്തെ വന്നു കണ്ട പയ്യനാണ് പോലും. അവര് വാക്കുകൊടുത്ത് പോയിന്ന്. നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്നല്ലേ ഉള്ളൂ. വിളിച്ചറിയിച്ചത് അവരുടെ അന്തസ്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ബന്ധമായിരുന്നു. എന്ത് ചെയ്യാനാ, വിധിച്ചിട്ടില്ല. ചേടാ, ഈ ഗ്രഹപ്പഴി അങ്ങോട്ട് മാറുന്നില്ലല്ലോ. വടക്കുന്നാഥ. ഉദയേട്ടനവിടെ? ആശാനെ, ഉച്ചമയക്കത്തിനുള്ള പുറപ്പാടാ. യതിയേട്ടൻ പുറത്തു പോയിട്ട് വന്നിട്ടില്ല. അതെയോ, വളരെ നന്നായി. കുടിക്കാൻ എന്തെങ്കിലും വേണം? വേണ്ട കുട്ടി, ഞാനിപ്പോ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഉദയൻ റൂമിൽ കയറി വാതിലടച്ചു. യതീന്ദ്രനാണെങ്കിൽ പുറത്തു പോയിരിക്കുന്നു. ഇവിടെ ഇപ്പോ നമ്മള് രണ്ടുപേരും മാത്രം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ മറ്റാരുമില്ലാത്ത ഈ ചുറ്റുപാടിൽ ഞാന് ഒരു രഹസ്യം പറയാം. പിന്നെ ഞാനിപ്പോ എന്താ പറയാ, മോൾക്ക് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, മറ്റൊന്നും തോന്നരുത്. എന്താ പ്രതാപേട്ടാ? മറ്റൊന്നുമല്ല, കാർത്തിക ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എനിക്ക് ഓ ഈശ്വര, എന്റെ വസുന്ധരാമനെയാ ഓർമ്മ വരണത്. ആ ഒരു എടുപ്പ്, തുടിപ്പ്, പ്രൗഢി ഒക്കെ മോൾക്കുണ്ട്. കുന്നത്തൂർ തറവാടിന്റെ നാളത്തെ വിളക്ക് നീയായിരിക്കും. അതിന് മൂത്ത മകന്റെ ഭാര്യയായി നന്ദനയില്ലേ? അവള് കരിന്തിരി കത്തി അണയാൻ പൂവല്ലേ. കുന്നത്തൂരെ പൂമുഖത്തെ കാലുമ്മ കാലും കയറ്റി വെച്ച് HD ദൃശ്യമികവോടെ ഇരിക്കാൻ പോണതേ ഈ നിൽക്കുന്ന കാർത്തിക വർമ്മയാ. അതാ പ്രതാപേട്ടന്റെ ആശയും അഭിലാഷവും. എനിക്ക് അത്ര അത്യാഗ്രഹങ്ങളൊന്നുമില്ല. മറ്റാരേക്കാളും എനിക്കതറിയാലോ. എന്റെയും ഗുണതാ, അത്യാഗ്രഹം ഒട്ടുമില്ല. പക്ഷെ മോളെ, നമുക്ക് ആഗ്രഹങ്ങൾ വേണം. നമ്മൾ അംബീഷ്യസ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ സന്തതികൾക്ക് കഞ്ഞി, പയറ്, പപ്പടം
മുതലായവ കഴിക്കാൻ സാധിക്കൂ. ആ, ഉദയേട്ടനുമായി കുറെ സമയം വർത്തമാനമായിരുന്നല്ലോ. എന്താ പുള്ളിക്കാരൻ പറയുന്നത്? ഞാൻ ഉദയന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് ചോദിക്കുകയായിരുന്നു. മുമ്പ് അങ്ങനെ വിശേഷിച്ച് പ്ലാൻ ഒന്നും ഉണ്ടാവാത്ത പയ്യനായിരുന്നു. ഇപ്പോഴാ പ്ലാനോട് പ്ലാനാ. നന്ദനെ ഓരോ പദ്ധതികൾ ആലോചിക്കുന്നു, ഉദയേട്ടൻ അത് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ പറയുന്നതാ ശരി. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞത്? കാവ്യ ഭാഷയില് ആർക്കും മനസ്സിലാവാത്ത രൂപത്തിലാ ചെക്കന്റെ പറച്ചില്. എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതാണ്, അവൾക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്, നമുക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്നൊരു ലൈനിലാ കാര്യങ്ങള്. എനിക്ക് ഒരു വസ്തു അങ്ങോട്ട് മനസ്സിലായില്ല. എല്ലാ കോന്തം ഭർത്താക്കന്മാരുടെയും രീതി ഇതാ. തുടക്കം അങ്ങോട്ട് ഹിറ്റ്ലർ ആയിരിക്കും, അവസാനം ചാർലി ചാപ്ലിനായിട്ട് അങ്ങോട്ട് താഴത്തേക്ക് വരും. നന്ദനയുടെ അച്ഛന്റെ വീട് തിരിച്ചു പിടിച്ച വീരസാഹസത്തെ കുറിച്ച് ചോദിച്ചില്ലേ? അതും അവളുടെ അജണ്ടയാണെന്നേ. അവൾ ഓരോന്നായി എയിം ചെയ്യുന്നു, എയ്ത് വീഴ്ത്തുന്നു. നമ്മള് പഞ്ചവത്സര പദ്ധതിയുമായി നടക്കുന്നു. ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. മോളെ, നീയേ ഒന്നുകൊണ്ടും നിരാശപ്പെടണ്ട. നമുക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും ഉദയൻ നടത്തുകയുണ്ടായി. അതെന്താ? അവന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും ആ നന്ദനയുടെ പേർക്ക് എഴുതി കൊടുക്കാനും ആലോചിക്കുന്നുണ്ടത്രേ. അതിന് പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങള് പലപ്പോഴായിട്ട് ഞാൻ ഉദയന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റ ലക്ഷണ. ഉദയനെ എല്ലാം അവൾക്കായി കൊടുക്കട്ടെ പൊട്ടൻ. എന്നിട്ട് വേണം നമ്മൾ ആവിഷ്കരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ. അങ്ങനെ ഉദയനും നന്ദനയ്ക്കും മുമ്പിൽ എന്നേക്കുമായി കർട്ടൻ അങ്ങോട്ട് വീഴുന്നു. അവളുടെ സ്വത്ത് വിദ്യാഭാരതി വഴി എന്റെ കയ്യിൽ വന്നു ചേരുന്നു. എന്താ, നമ്മളത് വളരെ സത്യസന്ധമായി പങ്കിട്ടെടുക്കുന്നു. എല്ലാം ഒരു നിയോഗമാണ് കുട്ടി. അല്ലെങ്കിൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് കൈകെട്ടി നിന്ന ഉദയൻ നന്ദനെ കിട്ടുമോ? അവൾക്ക് ഉദയന്നൂരിൽ നിന്ന് ഭാരിച്ച സ്വത്തുകൾ കിട്ടുമോ? ഉദയന് വസ്തുവകകളിൽ താല്പര്യമില്ലാതെ വരുമോ? അപ്പോ അനുഭവിക്കാനുള്ള യോഗം നമുക്കാ. കുട്ടി, തലയിലെടുത്ത് മാച്ച് കളയാൻ പറ്റത്തില്ലല്ലോ. കാർത്തികയുടെ മനസ്സിലൂടെ ഇപ്പോടുന്ന ചിന്ത എന്താണെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് പക്ഷെ വർക്കൗട്ട് ആകത്തില്ല മോളെ. ഉദയന്റെ ഷെയർ നന്ദനയ്ക്ക് കൊടുക്കാതിരുന്നാൽ അയാളുടെ കാലശേഷം അത്രയും സ്വത്ത് യതീന്ദ്രന് കിട്ടുമല്ലോ എന്നാണ് കുട്ടി ഇപ്പൊ ആലോചിച്ചത് അല്ലേ? ഇതിനിടയ്ക്ക് എന്തിനാണ് നന്ദന? അങ്ങനെയല്ലേ കാർത്തികേ? ഉദയൻ ചേട്ടനെ കൊണ്ട് അങ്ങനെ സ്വത്ത് കൈമാറ്റം ചെയ്യാതിരിക്കാൻ അനിയത്തിയും അനിയനും കൂടി ശ്രമിക്കും. ആയിക്കോട്ടെ, അതിൽ വിജയിക്കുന്നത് നിങ്ങളുടെ മിടുക്ക്. പക്ഷേ പ്രയോജനമുണ്ടാകില്ല. അതവങ്ങനെ സംഭവിച്ചാലും എനിക്കുള്ള പങ്ക് എനിക്ക് തന്നെ കിട്ടണം. ഞാനേ വാങ്ങിക്കും, നിങ്ങൾ എനിക്ക് തന്നിരിക്കും. അതിനുള്ള വഴിയേ ഈ പ്രതാപവർമ്മയ്ക്ക് അറിയാം. അല്ല, അതെങ്ങനെ? ഉദയേട്ടനും പ്രതാപേട്ടനുമായി നേരിട്ട് ബന്ധമില്ലല്ലോ. ഒരേ ഒരു സഹോദരൻ യതിയേട്ടനല്ലേ? അപ്പോ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ? ഈ രക്തബന്ധവും സ്നേഹബന്ധവും ഒന്നും ഇവിടെ വിഷയമല്ല. നമ്മൾ ഒത്തു നിൽക്കുന്നതേ ശിവരാത്രിക്ക് ഭക്തജനങ്ങൾക്ക് കഞ്ഞി വീഴ്ത്ത് നടത്താനല്ല.
രണ്ടുപേരെയും കബളിപ്പിച്ച് അവരുടെ സ്വത്തടിച്ചെടുക്കാനാ. ചത്തിട്ടായാലും കൊന്നിട്ടായാലും അത് നേടിയെടുക്കുമെന്ന് പറഞ്ഞത് ഞാനല്ല, കാർത്തികയാ. വേണ്ടി വന്നാൽ കൊലപാതകം നടത്താനും നമ്മൾ റെഡിയാ. എങ്ങനെയായാലും സ്വത്ത് കിട്ടണം. ഇനി എന്നെ പറ്റിച്ച് നിങ്ങൾ മുഴുവനായി സ്വത്ത് കൈക്കലാക്കാമെന്നും വിചാരിക്കണ്ട. ഉദയനും നന്ദനയ്ക്കും പണി കൊടുത്തതിന്റെ പേരിൽ എന്നെ അകത്താക്കുമെന്നായിരുന്നു നിങ്ങളുടെ ഭീഷണി. അതിന് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും, ഞാൻ കുടുങ്ങുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പ്രതാപവർമ്മ ഒറ്റയ്ക്ക് ജയിലിൽ പോവില്ല. ഈ ഓപ്പറേഷനിലെ യതീന്ദ്രന്റെയും കാർത്തികയുടെയും പങ്കെ എന്തായിരുന്നു എന്ന് അക്കമിട്ട് ഞാൻ പോലീസിനോടും കോടതിയോടും പറയും. വേണ്ടി വന്നാല് തെളിവും ഹാജരാക്കും. എന്ത് തെളിവ്? അത് കാർത്തികയുടെ മുമ്പിൽ വെളിപ്പെടുത്താനോ? എന്താ മോള് ആ പ്രതാപേണ്ണനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ദേ, ഒരൊറ്റ രംഗം മനസ്സിൽ കണ്ടാ മതി, അപ്പൊ എല്ലാം ശരിയാവും. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ഒരു പോലീസ് വണ്ടി, കൈവിലങ്ങണിഞ്ഞ 3 പേര്. 1 ഞാൻ, 2 യതീന്ദ്രൻ, 3 കാർത്തിക. അതുകൊണ്ടേ അതിമോഹം ഉപേക്ഷിച്ചിട്ട് ആ രംഗം മനസ്സിനങ്ങ് ഡിലേറ്റ് ചെയ്യുന്നതായിരിക്കും ഭംഗി. കാർത്തികയ്ക്ക് സൗന്ദര്യം മാത്രമല്ല, ബുദ്ധി ഉണ്ടെന്നാണ് പ്രതാപേട്ടന്റെ വിശ്വാസം. ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അല്ലേ?